ഇതേമാതിരി ഞാൻ പറഞ്ഞ നിലമ്പൂരിൽ 6 മാസമായി പിന്നെ ശ്മശാനം കിടന്നിട്ട്. അത് അവിടെ ആർക്കൊന്നും ചിരിച്ചില്ല. അവിടെ ഞങ്ങളില്ലെന്ന് പറയില്ല, ഞങ്ങളെല്ലാം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടുംപാടം, വണ്ടൂർ. വരുന്ന സാമ്പത്തിക വർഷത്തിന് മുമ്പ് തന്നെ വണ്ടൂരിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ തുറക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ്. വീണ്ടും തകരാറിലായ വണ്ടൂരിലെ വാതക ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്രവൃത്തികൾ ഉടൻ നടത്തുമെന്നും ഭരണസമിതിയിലെ ഒരംഗം രാജി സന്നദ്ധത അറിയിച്ച കാര്യം അറിയില്ലെന്നും പ്രസിഡന്റ് VM സീന. ഗ്രാമപഞ്ചായത്തിലെ വികസന പദ്ധതികളെ സംബന്ധിച്ച് വ്യാപക പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ W വിഷൻ എഡിറ്റർ V രാജേഷിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഇരുവരും. ഈ നമ്മുടെ പഞ്ചായത്തിലെ അധീനതയിലുള്ള അത് 10 വർഷത്തിലധികമായി അതിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഇപ്പോഴത് തുറന്നു കൊടുക്കുന്നില്ല എന്നതാണ് വ്യാപക പരാതി. ഇപ്പൊ നമ്മൾ ചെന്ന സമയത്ത് അവിടെ എല്ലാ സൗകര്യങ്ങളും റെഡിയാണ്. എന്തുകൊണ്ട് പഞ്ചായത്തിൽ വർഷങ്ങൾ വേണ്ടി വരുന്നത് തുറന്നു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് വരാനാണ്? അത് ഇപ്രാവശ്യം വർക്ക് ഇലക്ട്രിഫിക്കേഷൻ വെച്ചു. അതുപോലെ തന്നെ പ്ലംബിങ്, കുറച്ച് പൊതുമരാമത്ത് വർക്കുകൾ, അതായത് അതിന്റെ റാമ്പുകൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ വീൽ ചെയറിലുള്ള കുട്ടികളാണല്ലോ പിന്നെ വരുന്നുണ്ടാകുക. അപ്പോൾ അവർക്ക് തള്ളിക്കൊണ്ടുപോകാനുള്ള റാമ്പുകൾ, അതുപോലെ അതിന്റെ ഫ്രണ്ടേജ്, ഇതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ആ ഫണ്ട് വെച്ച് 6-ാം തീയതി ടെൻഡർ കഴിഞ്ഞ് ഇന്നത് പൊട്ടിക്കും. ഒന്നാമത്തത് 1.5 ലക്ഷം രൂപ. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും പ്രസിഡന്റൊക്കെ മലപ്പുറത്ത് പോയിട്ട് അതിന്റെ വയറിങ്ങിന്റെ ഇത് കഴിഞ്ഞ് എസ്റ്റിമേറ്റും കഴിഞ്ഞ് ടെൻഡറിന്റെ നടപടി അതും പുരോഗമിക്കുന്നുണ്ട്. അത് ഈ മാസം തന്നെ ടെൻഡർ കഴിഞ്ഞാൽ അതിന്റെ വർക്കും ആരംഭിക്കും. അതോടുകൂടി അതിന്റെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം 12 ലക്ഷം രൂപയോളം അതിലേക്കുള്ള ഉപകരണങ്ങൾ ഫണ്ടുണ്ട്. അത് അതിന് ശേഷമേ കിട്ടുള്ളൂ. അതോടുകൂടി അത് ഫുള്ള് ഓപ്പൺ ആവും. പിന്നെ എന്നേക്ക് തുറക്കാൻ പറ്റുമെന്നാണ് നിങ്ങളിപ്പോ നിങ്ങൾക്ക് ശേഷമുള്ള കാലത്തേക്ക് ചോദിക്കുന്നത്. നമുക്ക് നിങ്ങൾക്ക് ഇനി എന്നേക്ക് തുറക്കാൻ പറ്റും? ഇത് ഞങ്ങൾ ഇതിന്റെ നിരന്തരം ഇതിന്റെ ഫോളോഅപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ കഴിയുന്നതാണ്. മാർച്ചിനുള്ളിൽ അതിന്റെ മുമ്പായിട്ട് ചെയ്യും. ഈ വർക്കുകൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് തുറന്നു. ചോദിക്കാനുള്ള വിഷയം നിങ്ങൾക്ക് മുമ്പുള്ള വിഷയം തന്നെയാണ്. നമ്മുടെ ട്രോമാ കെയർ, നിങ്ങൾക്ക് വണ്ടൂരിൽ എന്ത് നമ്മുടെ ട്രോമാ കെയറിനെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പല ആളുകളും അവർ വരാനൊരു മടികരെ കാണിക്കുന്ന അവസ്ഥ ഉണ്ട്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ 1.5 വർഷമായി അവർ പഞ്ചായത്തിന് കൂടി ആവശ്യപ്പെട്ട് തന്നിട്ട്, പക്ഷെ അത് ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ ആ വിഷയം നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? അത് ഞങ്ങൾ കൊടുക്കണ്ടേ? ഞങ്ങൾക്ക് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ റെഡിയാണ്. പക്ഷെ ഞങ്ങൾ അതിൽ കുറച്ച് നമുക്ക് ഉണ്ടാവില്ല, എല്ലാവരും ചോദിക്കുന്നതിലൊരു അഭിപ്രായം ഉണ്ടാവും. ആ ചോദ്യത്തിൽ നിൽക്കാതെ എന്തായാലും പെട്ടെന്ന് പുതിയ പ്രസിഡന്റ് വൈസ് പെട്ടെന്നുണ്ടാവും. പുതിയ പ്രസിഡന്റ് ഞങ്ങൾ ഭരണസമിതി, പുതിയ പ്രസിഡന്റ് വൈസ് പറയണ്ടേ? അന്ന് ഇവർ അങ്ങനെ ചോദിച്ചു. 1.5 വർഷമായി അവർ പലതരം നിവേദനം കൊടുക്കുന്നുണ്ട്. അവരൊക്കെ പാടെ കൂടിയിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പാടെ കൂടിയിട്ടാണ് ഇപ്പൊ തീരുമാനിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും പാടെ കൂടിയത് അന്ന് വീഴ്ച വന്നു പറഞ്ഞാൽ അന്ന് എനിക്കറിയില്ല, ഇന്ന് നമുക്ക് അറിയില്ല, നമുക്ക് ആ സംഭവം അറിയില്ല. ഇപ്പൊ നമ്മൾ എല്ലാവരും പാടെ കൂടി എല്ലാവരും പാടെ തീരുമാനിച്ചിട്ട് തന്നെയാണ് കൊടുക്കാന്നുള്ള തീരുമാനമാണ്. ഈ പഞ്ചായത്തിലെ കുറച്ച് കാലങ്ങളായിട്ട് ഒന്നും നടക്കാത്തതിനെ പോകുന്നത് നിങ്ങളിൽ ഒരു അംഗം രാജിവെക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസമായി ബന്ധപ്പെട്ട്. UDF ഒരു അംഗം രാജിവെക്കുന്ന വിഷയം വേണ്ടല്ല. ഇവിടുത്തെ ആരെന്നുള്ള നിങ്ങൾക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടാണ് ഈ വണ്ടൂർ പഞ്ചായത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ വഴുകി പോകുന്നത്? ബഡ്സ് എന്തായാലും ശരി, ഇപ്പൊ ശ്മശാനത്തിലെ അതിന്റെ വീണ്ടും പരാതിയാണ്. ശ്മശാനം പറഞ്ഞത് പെട്ടെന്ന് കേടും, പക്ഷെ നമുക്ക് പിറ്റേന്ന് തന്നെ നന്നാക്കാൻ കഴിയും, പഞ്ചായത്തിനെ കഴിയില്ലല്ലോ. അത് ഞാൻ അറിഞ്ഞു. ശ്മശാനം കേടും പെട്ടെന്ന് എന്തോ തരാറായെന്ന് പറഞ്ഞു. അത് ഇവിടെ അപേക്ഷ തന്ന് അവർ പറഞ്ഞ് അന്ന് തന്നെ ഞങ്ങളെ ആളെ വിളിച്ച്, അവര് ഇപ്പൊ കാസർഗോഡാണ് അവർ വർക്ക് ചെയ്യണത്. അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ അവിടെ എത്താന്നാ പറഞ്ഞത്. അല്ല, ഇത് നമ്മൾ നിരന്തരം ഫോളോഅപ്പ് ചെയ്ത് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അറിവില്ല. അങ്ങനെ സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ ആരും രാജിവെക്കുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല.
നമ്മളറിയാത്ത വിഷയം നമ്മളിപ്പോ അങ്ങനത്തെ ഒരു വിഷയം ആരും പറയണ കേട്ടിട്ടില്ല. അത് നിങ്ങള് മീഡിയക്കാരുണ്ടാക്കുക എന്നല്ലാതെ. ശരി, ഈ ശ്മശാനം നമുക്ക് എന്തൊക്കെ പരിഹരിക്കാൻ കഴിയും? അത് അവരൊരാഴ്ച എന്ന ടൈം തന്നെയാണ്. 2 ബോഡികൾ തിരിച്ചേക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഒന്ന് ശ്മശാനം പകുതി തെങ്ങിനുള്ളിൽ പകുതി നിർത്തിയ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഈ ഇലക്ട്രിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ ഈ ഗ്യാസിന്റെ ഇതൊക്കെ ആയിട്ടുള്ള കംപ്ലൈന്റുകളാണത്. അമിത പ്രാധാന്യം കൊടുക്കേണ്ട പ്രശ്നം പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ അതിന് പ്രാധാന്യം അന്ന് ഞങ്ങൾ അന്ന് മുതലേ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതേമാതിരി ഞാൻ പറഞ്ഞ നിലമ്പൂരിൽ 6 മാസമായി പിന്നെ ശ്മശാനം കിടന്നിട്ട്. അത് അവിടെ ആർക്കൊരു ചിന്തയില്ല. അവിടെ ഞങ്ങൾ ഇല്ലെന്ന് പറയില്ല, ഞങ്ങളെല്ലാം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ അപ്പത്തിന് ഞങ്ങളല്ലാതെ അപ്പത്തിന് ഇല്ലാതെ ആൾക്കാർ കൂടി ഒരു ബോഡി കത്തിച്ചിട്ടില്ലാതെ അതിനാണ് പെട്ടെന്ന് ഇത് കേട് വന്ന അപ്പൊ തന്നെ നമ്മളിത് ഇടപെട്ടിരുന്നു ആളുകളായിട്ട്, അവരെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ച് അവരയച്ചിട്ടാണ് ടൈം വന്നത്. ഈ ഭരണസമിതിയിലെ ഏതെങ്കിലും അംഗങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം BJP ഈ കാര്യം ആദ്യം ഉന്നയിച്ചു. ഒരംഗ തടസ്സം നിൽക്കുന്നത് അത് നിരന്തരം ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഭരണസമിതിയിലെ ചില ആളുകൾ ഇത് മുടക്കാനായിട്ട് തടസ്സപ്പെടുത്താനായിട്ട് നടക്കുന്നുണ്ട്. ഇല്ലല്ലോ ഞങ്ങൾ ഭരണസമിതിയിലായിരുന്നു. ഇല്ലട്ടോ ഇല്ല. പിന്നീട് പരിശോധിക്കേണ്ടത് ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും, പക്ഷെ ഇല്ല. അതുകൊണ്ടാണ് ഈ എല്ലാവർക്കും വൈകുന്നതെന്നുള്ളതാണ് പൊതുവായിട്ട് സംസാരം. പക്ഷെ ആ ആളെ പറഞ്ഞാല് അതാ ഞാൻ പറഞ്ഞത്. ഇല്ല, ഇപ്പൊ ഈ ഭരണസമിതി വന്നതിന് ശേഷം എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പ്രതീക്ഷിക്കാം. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. VPT സൂപ്പർ മാർക്കറ്റ്, അമരമ്പലം റോഡ്, വാണിയമ്പലം.